ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. നമസ്കാരം, ഞാൻ പ്രൊഫസർ ഉമാദേവി. ഇന്നിവിടെ മീൻ മുരിങ്ങയില തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ദശ കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ശീലാവ്, നെയ്മീൻ, വറ്റ അതൊക്കെ നല്ലതാണ്. പിന്നെ മുള്ളുള്ള മീനാണെങ്കിലും വാള മീൻ ഏറ്റവും നല്ലതാണ്, വളരെ രുചിയായിരിക്കും. സൂക്ഷിച്ച് അതിൻ്റെ മുള്ള് കളയണമെന്നേ ഉള്ളൂ. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച വറ്റ മീനാണിത്. അതിൻ്റെ ദശ എടുത്തിട്ടുണ്ട്, മുള്ളെല്ലാം കളഞ്ഞിട്ട്. പിന്നെ മുരിങ്ങയില ഇറുത്ത് വച്ചിട്ടുണ്ട്. സവാള ഉള്ളി അരിഞ്ഞത്, തേങ്ങ ചിരണ്ടിയത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കടുക് വറുക്കാൻ സ്വല്പം കടുക് വറുക്കാൻ ആവശ്യത്തിന് എണ്ണ. ഇത്രയും സാധനം മതി. നമുക്കത് ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് തേങ്ങ, ഇതിനെടുത്ത് വച്ചിരിക്കുന്ന തേങ്ങ ഇടുക, ചിരണ്ടിയ തേങ്ങ അതിട്ട് ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് 1 സ്പൂൺ, ഈ മീന് ഉപ്പും മഞ്ഞളും വെച്ച് വേവിച്ചതാണ്, അതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള ഉപ്പേ ഇവിടെ ചേർത്തിട്ടുള്ളൂ. ഇത് സവാള ഉള്ളി അരിഞ്ഞത് കുറച്ച് അതിൽ കൂടിയിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് യോജിപ്പിക്കുക. ഇങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ട് ഇളകി യോജിക്കണം. ഇത് യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഈ മുരിങ്ങയില ഇടാം. മുരിങ്ങയില ഇട്ട് അതും കൂടി നല്ലതുപോലെ യോജിപ്പിക്കുക. ഈ തേങ്ങാ മിശ്രിതത്തിൽ മുരിങ്ങയിലയും യോജിപ്പിക്കണം. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് മുള്ള് കളഞ്ഞ് എടുത്തിയ മീനും കൂടി അതിൽ ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുക. ഈ മിശ്രിതം നല്ലതുപോലെ യോജിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ ഒരു പാത്രത്തിൽ കടുക് താളിച്ച് അതിലോട്ട് ഇടുക. അതുപോലെ ചൂടായി. ഇനി കടുക് താളിക്കാൻ എണ്ണ ഒഴിക്കാം. ഇത്ര എണ്ണയും മതി. ഇതിലേക്ക് സ്വല്പം കടുക് ഇടുക. കടുക് പൊട്ടുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള കുറച്ചുകൂടി, ഇതിൻ്റെ പകുതി കൂടി അതിൽ യോജിപ്പിക്കാം. പകുതി നമ്മൾ ഇതിൽ എണ്ണ ചൂടായി, കടുക് പൊട്ടിത്തുടങ്ങി. ഈ സവാള ചെറുതായി അരിഞ്ഞത് ഇതിലിടുകയാണ്. ഒരു 3 സ്പൂൺ നിറച്ചിട്ടു. ഇത് ഒരുപാട് മുരിയണ്ട, ഒന്ന് വാടിയാൽ മതിയാവും.
ഇതിലേക്ക് ഈ മിശ്രിതം സൂക്ഷിച്ച് അതിലിടുക. നല്ലതുപോലെ ചിക്കി ഇളക്കി ഇത് മൂപ്പിച്ചാൽ മതി. മുരിങ്ങയില നല്ലതുപോലെ വേകാനായിട്ട് തീ കുറയ്ക്കണം. ചെറിയ തീയിലിട്ടെങ്കിൽ മുരിങ്ങയില വെന്ത് കിട്ടും, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇതിനെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. മുരിങ്ങയില മീൻതോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, മുരിങ്ങയിലയൊക്കെ നല്ലതുപോലെ വാടി മൂത്ത് ഇതിലിങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ വാങ്ങി വയ്ക്കാം. ഇത് ചോറിൻ്റെ കൂടെ നല്ല ഒരു വിഭവമാണ്.